CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് 25 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കും. പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ തന്റെ 4ാം അംഗത്തിനാണ് ഒരുങ്ങുന്നത്. ആവേശമേറ്റി ശ്രീകൃഷ്ണപുരത്തും കടമ്പഴിപ്പുറത്തും ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ പ്രേംകുമാറിന്റെ റോഡ് ഷോ. ശ്രീകൃഷ്ണപുരത്ത് അമ്പാടി ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. വാദ്യമേളങ്ങൾ അകമ്പടിയായി. തിരുവാഴിയോട് ഉത്രത്തിൽ ഭരണി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ക്ഷേത്രതന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് 25 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തും KM ഷാജി വേങ്ങരയിലും മത്സരിക്കും. MK മുനീറിന് ഇത്തവണ സീറ്റില്ല. മുനീറിനു പകരം കോഴിക്കോട് സൗത്തിൽ ഫൈസൽ ബാബു മത്സരിക്കും. പേരാമ്പ്ര ഫാത്തിമ തെഹ്ലിയയും മത്സരിക്കും. തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണെന്ന് MK മുനീർ പാർട്ടിയെ അറിയിച്ചെന്ന് PMA സലാം പറഞ്ഞു. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി, പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം, മണ്ണാർക്കാട് N ഷംസുദ്ദീൻ, ഗുരുവായൂർ CH റഷീദ്, കളമശ്ശേരി അഡ്വക്കേറ്റ് VA അബ്ദുൽ ഗഫൂർ എന്നിങ്ങനെയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥികൾ. 2 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. പിന്തുണ നൽകിക്കൊണ്ട് ജനങ്ങൾ തെളിയിച്ചതാണ്. കേരളമൊട്ടാകെ നമുക്ക് ആ സന്ദേശവുമായി കേരളത്തിന്റെ ഭാവിക്കായി ഡെവലപ്മെന്റിനായി ഇന്നത്തെ ദുരിതങ്ങളിൽ നിന്ന് മോചനം നൽകാനുള്ള സന്ദേശവുമായി മുന്നേറണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്റെ മുമ്പ് ഇവിടെ ജനപ്രതിനിധിയായ ഉബൈദുള്ള സാഹിബ് തുടങ്ങി വെച്ച നിരവധി പദ്ധതികൾ, നമ്മുടെ കർമ്മത്തിലുള്ള KSRT തുടങ്ങി നിരവധി പദ്ധതികൾ. CCN മലപ്പുറം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കും. പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ തന്റെ 4ാം അംഗത്തിനാണ് ഒരുങ്ങുന്നത്. പാർട്ടിക്കും മുന്നണിക്കും തന്നിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് തന്നെ വീണ്ടും മത്സര രംഗത്തേക്ക് എത്തിച്ചതെന്ന് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ പ്രതികരിച്ചു. മണ്ണാർക്കാട്ടെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് സത്യത്തിൽ വീണ്ടും ഇവിടെ ജനവിധി തേടാൻ എന്നെ നിയോഗിക്കാൻ കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ഓരോ നിയോജക മണ്ഡലത്തിലും ആളുകളെ നിയോഗിക്കുമ്പോൾ ആ നിയോജക മണ്ഡലത്തിലെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ പൊതുവികാരങ്ങൾ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. പാർട്ടി നേതൃത്വം എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ പാർട്ടി നേതൃത്വം അർപ്പിച്ച വിശ്വാസവും മണ്ണാർക്കാട് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് എന്നിലുള്ള വിശ്വാസവും ഒക്കെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് എത്തിച്ചത്. അതോടൊപ്പം തന്നെ 15 കൊല്ലക്കാലം ഈ നിയോജക മണ്ഡലത്തിന്റെ ശ്വാസനിശ്വാസങ്ങളിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്.
ഇവിടെ എന്നാൽ കഴിയുന്ന വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു, ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു, ജനങ്ങൾക്കൊപ്പം നിന്നു. അതിനൊക്കെയുള്ള ഒരു അംഗീകാരം കൂടിയായിട്ടാണ് വീണ്ടും ഒരിക്കൽ കൂടി മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് എന്റെ അഭിപ്രായം. മണ്ണാർക്കാടിന്റെ വികസന തുടർച്ചയ്ക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ കരുത്ത് തെളിയിക്കാനുമാണ് ഈ പോരാട്ടം. ഷംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും ഇത്തവണയും തുണയ്ക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് UDF. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂണിറ്റ് തലത്തിലേക്ക്, ബൂത്ത് തലത്തിലേക്കുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ കൂടി അന്തിമ രൂപം നൽകിയിട്ടാണ് ഇന്നത്തെ യോഗം അവസാനിച്ചിട്ടുള്ളത്. നാളെ മുതൽ തന്നെ എന്നല്ല, ഇന്ന് മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മണ്ണാർക്കാടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. മണ്ണാർക്കാട് ഷംസുദ്ദീൻ മണ്ണാർക്കാട് 15 വർഷമായി മണ്ണാർക്കാട്ടുകാരനാണ്. മണ്ണാർക്കാട്ടിന് സ്ഥാനാർത്ഥി വേണമെന്ന് താങ്കൾ ഉദ്ദേശിച്ചത് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ആവശ്യമല്ല. അതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അത്തരം ആവശ്യങ്ങൾ വരുന്നതൊന്നൊരു തെറ്റാണെന്ന അഭിപ്രായമല്ല. അത് അന്തിമമായിക്കൊണ്ട് സാധിക്കുന്ന ശാബ്ദങ്ങൾ അതിനകത്ത് എല്ലാവരെയും കേട്ട എല്ലാ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ട് തീരുമാനമെടുത്ത് വരും. പിന്നെ മാത്രമല്ല, ഷംസു ഒരു മണ്ണാർക്കാട്ടുകാരനല്ല എന്ന് പറയുമ്പോൾ 15 വർഷമായി മണ്ണാർക്കാട്ട് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കൃത്യമായിക്കൊണ്ടും അടയാളപ്പെടുത്തിയ ഒരു ജനപ്രതിനിധിയാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഷംസുദ്ദീനെ കിട്ടിയിട്ടില്ല എന്ന് മണ്ണാർക്കാട് ജനങ്ങൾക്ക് 15 വർഷത്തിൽ അത്തരമൊരു അഭിപ്രായം ഉണ്ടാക്കാത്ത ഒരു MLA ആണ്. CCN മണ്ണാർക്കാട്. ആവേശമേറ്റി ശ്രീകൃഷ്ണപുരത്തും കടമ്പഴിപ്പുറത്തും ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെ റോഡ് ഷോ. ശ്രീകൃഷ്ണപുരത്ത് അമ്പാടി ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. വാദ്യമേളങ്ങൾ അകമ്പടിയായി. ശ്രീകൃഷ്ണപുരം അമ്പാടി ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. വാദ്യമേളം അകമ്പടിയായി. LDF നേതാക്കളായ K ജയദേവൻ, P അരവിന്ദാക്ഷൻ, M മോഹനൻ, B രാജേഷ്, MC വാസുദേവൻ, K സുബ്രഹ്മണ്യൻ, A ശിവശങ്കരൻ എന്നിവർ ഒപ്പമുണ്ടായി. തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. വരുന്ന മനുഷ്യരുടെയും ജീവിതത്തിൽ കടമ്പഴിപ്പുറത്ത് മണ്ണമ്പറ്റ റോഡ് ജംഗ്ഷൻ മുതൽ തിയേറ്റർ ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. LDF നേതാക്കളായ K ജയദേവൻ, K രാമചന്ദ്രൻ, P സുബ്രഹ്മണ്യൻ, C കൃഷ്ണൻകുട്ടി, AK ഷീലാദേവി, P ബാലകൃഷ്ണൻ, K അശോക് കുമാർ എന്നിവർ ഒപ്പമുണ്ടായി. CCN കടമ്പഴിപ്പുറം. കളിക്കുന്നതിനിടെ 14 കോലോളം ആഴമുള്ള കിണറ്റിൽ വീണ 7 വയസ്സുകാരനെ സാഹസികമായി രക്ഷിച്ച് മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പ്രവർത്തകർ. ഞായറാഴ്ച വൈകിട്ടോടെ വീട്ടുപരിസരത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. പെരിന്തൽമണ്ണ കക്കൂത്ത് താമസിക്കുന്ന രാമചന്ദ്രന്റെ മകൾ ഷിജിയുടെയും കാടാമ്പുഴ സ്വദേശി ഉള്ളാട്ടുപറമ്പിൽ രതീഷിന്റെയും മകനാണ് അപകടത്തിൽപ്പെട്ടത്. അമ്മ വീട്ടിൽ വിരുന്നിനെത്തിയതായിരുന്നു കുട്ടി. ഞായറാഴ്ച വൈകിട്ടോടെ വീട്ടുപരിസരത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതാവുകയായിരുന്നു. വീട്ടുകാർ പരിസരമാകെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് സംശയം തോന്നി വീട്ടുമുറ്റത്തെ കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് ഏകദേശം 14 കോലോളം താഴ്ചയും 3 കോലോളം വെള്ളവുമുള്ള കിണറ്റിനുള്ളിൽ കുട്ടിയെ കണ്ടത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുകയും ഉടൻ തന്നെ മലപ്പുറം ജില്ലാ ട്രോമാ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റിൽ വിവരമറിയിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞ ഉടൻ യൂണിറ്റ് ലീഡർ ജബ്ബാർ ജൂബിലിയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി. ജബ്ബാർ ജൂബിലിയും പരിസരവാസിയായ കൊച്ചുപുരയ്ക്കൽ ഗിരീഷും ഉടൻ തന്നെ കിണറ്റിലിറങ്ങി. ട്രോമാ കെയറിന്റെ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതീവ ജാഗ്രതയോടെ കുട്ടിയെ മുകളിലെത്തിച്ചു. തുടർന്ന് ഒട്ടും വൈകാതെ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി മിറ്റത്തിരുന്ന് കളിക്കായിരുന്നു. ഞാൻ കടയിലേക്ക് പോകുമ്പോൾ കുട്ടി ഇവിടെ മിറ്റത്തിരുന്ന് കളിക്കുക. കട ഇവിടെ തൊട്ടാണല്ലോ. മൂത്ത കുട്ടി പാഞ്ഞു വന്നിട്ട് കുട്ടി എവിടെ ചോദിച്ചിട്ടോട്. അപ്പൊ കുട്ടി ഇവിടെ എവിടെയും ഉണ്ടാകുന്നതാണ്. മിറ്റത്തിരുന്ന് കളിച്ചിരുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞു. മോള് ഇപ്പൊ മുറിയില്ല, ഓളും കണ്ടിട്ടില്ല. കുട്ടി എങ്ങനെ ഇതുമ്മ കയറിയെന്ന് ആർക്കും അറിയില്ല. സംഭവം ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് ആ ചെടിച്ചട്ടി അവിടെ ഉണ്ടായിരുന്നു. അയിമക്ക് കാലെത്തും. പിന്നെ ഒരു കല്ലുണ്ടായിരുന്നു ഓളവിസേ. അയിമിൽ കയറാനേ സാധ്യതയുള്ളൂ, അല്ലാണ്ട് പിന്നെ ഇതുമ്മ കയറാൻ കഴിയില്ല. അത്ര ഹൈറ്റ് ഉണ്ടല്ലോ. പിന്നെ ഞാൻ കടയിൽ നിന്ന് ഓടി വന്നു. കുട്ടി രണ്ടാമത് ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ കടയിൽ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ കിണറ്റിന്റെ അടിയിൽ നിന്ന് ഒരു കൂക്കലയൊക്കെ ഉണ്ട്. ചെറുതായിട്ട് ഓന സംസാരിക്കാൻ വയ്യാത്ത കുട്ടിയാണ്. അങ്ങനെ എപ്പോഴും എല്ലാതും അച്ഛൻ അമ്മ എന്നും കൂടി വിളിക്കൂല. അങ്ങനെയാണ്. 5-6 വയസ്സായുണ്ട്. വളർച്ച കുറവുണ്ട്. കുട്ടീനെ കിണറ്റ് കണ്ടോട് പിന്നെ കയ്യും കാലും പറിച്ചിട്ട് ഒന്ന് ഞാൻ ഒച്ചിട്ട് എനിക്ക് സംസാരം വരെ പുറത്തേക്ക് വരുന്നില്ല. ആരും വിളിക്കാനും വയ്ക്കുന്നില്ല. കിണറ്
കയറ് കൊടുത്തു. എങ്ങനെയും തൂങ്ങിപ്പിടിച്ച് ചാടി ഇറങ്ങി എന്തെങ്കിലും ചെയ്യാം. കൂടി പരക്കന്മാരെ നോലോടിച്ചപ്പോഴേക്കും ആൾക്കാരൊക്കെ പാഞ്ഞുകൂടി ഒരു 100 ആളായി അവിടെ. അതിൽ ഇറങ്ങാൻ വയ്ക്കുന്നത് ഇയാളാണ്. പിന്നെ ഒന്ന് ഇറങ്ങാൻ വയ്ക്കുന്ന ആൾ ഈ നാട്ടിലുള്ളത് പിന്നെ മൂപ്പര് മാത്രമേ, വേറെ ആർക്കും വന്നവർക്ക് ആർക്കും ഇറങ്ങാൻ വയ്യ കിണറ്റിക്ക്. പിന്നെ അപ്പോഴേക്ക് അസനൊക്കെ വന്ന് അസം വന്നിട്ടാണ് പിന്നെ മൂപ്പര് ഏർപ്പാട് ചെയ്ത് അത് പിന്നെ മൂപ്പര് വന്നിട്ടാണ് പിന്നെ കയറ്റിയത്. ആ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് ഒക്കെ ഇറങ്ങുമ്പോൾ ഇത്രയ്ക്ക് വെള്ളമുണ്ട് കിണറ്റില്. കുട്ടി എന്തോ ഒരു കുതിർത്ത് ഒരു വടി അതിൽ വിലങ്ങ് കിടക്കുന്നുണ്ട്. ഈ കിണർ പടക്കുമ്പോ ചാടിയ ആ വടി വിലങ്ങ് അയിമിലേറ്റ ചവിട്ടി കയറി വന്ന് അതൊക്കെ എന്തോ ഒരു ദൈവാധീനം. CCN പെരിന്തൽമണ്ണ. തിരുവാഴിയോട് ഉത്രത്തിൽ ഭരണി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ക്ഷേത്ര തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റത്തിനു മുന്നോടിയായി വൈകുന്നേരം ദീപാരാധനയും നാദസ്വരവും നടന്നു. കൊടിയേറ്റത്തിനു പിന്നാലെ ആറാട്ട്, കളംപാട്ട്, പാവക്കൂത്ത് എന്നീ ചടങ്ങുകളും അരങ്ങേറി. തന്നാരം കളി, കോലം കളി, തിറാപ്പൂതൻ വരവ് എന്നിവ കൊടിയേറ്റ ദിനത്തിന് ഉത്സവ പ്രതീതി പകർന്നു. ബുധനാഴ്ച രാത്രി എറണാകുളം ആഹാര്യ സ്കൂൾ ഓഫ് ഡാൻസ് അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും വെള്ളിയാഴ്ച ഗാനമേളയും നടക്കും. ശനിയാഴ്ച വലിയാറാട്ട് ദിവസത്തെ പ്രത്യേക കാളവേലകളും നാദസ്വര കച്ചേരിയും ഉത്സവത്തിന് മാറ്റുകൂട്ടും. ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഭരണിനാളിൽ ഗജവീരൻ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ആനകൾ അണിനിരക്കുന്ന വടക്കൻ വേലയും വിവിധ ദേശവേലകളും നടക്കും. പാവക്കൂത്ത്, കുതിരവേലകൾ, തട്ടിന്മേൽക്കൂത്ത് എന്നിവയോടെ ഞായറാഴ്ച ഭരണി മഹോത്സവം സമാപിക്കും. CCN കടമ്പഴിപ്പുറം. തൂത ചാരിറ്റി സെൽ റംസാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. പി മമ്മിക്കുട്ടി MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. 1000-ഓളം കിറ്റുകളാണ് നൽകിയത്. ചാരിറ്റി സെൽ കൺവീനർ CH നാസർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ചാരിറ്റി സെൽ ചെയർമാൻ NP മുസ്തഫ അധ്യക്ഷനായിരുന്നു. ഷൊർണൂർ MLA പി മമ്മിക്കുട്ടി കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും ഈ വർഷത്തെ നോമ്പ് റമദാൻ മാസത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ഈ ചാരിറ്റിയുടെ ഗുണഭോക്താക്കളായുള്ള 1000 ബിലീഫുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു, ആശംസിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം കൂടുതൽ ഊക്കോടെ, ശക്തിയോടുകൂടി കൂടുതൽ മേഖലകളിലേക്ക് വികസിപ്പിച്ചു കിടക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ ചാരിറ്റി സെല്ലിന്റെ പ്രവർത്തനം വിപുലപ്പെടട്ടെ, അത് കരുത്താർജിച്ച് മുന്നോട്ട് പോകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. CPIM ലോക്കൽ സെക്രട്ടറി പ്രേമകുമാർ, CPIM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി K നന്ദകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാരിറ്റി സെൽ വൈസ് ചെയർമാൻ KN മുഹമ്മദ് ഹനീഫ ചടങ്ങിന് നന്ദി അറിയിച്ചു. 1000-ഓളം കിറ്റുകളാണ് വിതരണം ചെയ്തത്. CCN ചെർപ്പുളശ്ശേരി. ആര്യമ്പാവ് അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള പൊങ്കാല സമർപ്പണം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. പൊങ്കാലയിൽ പങ്കെടുക്കാൻ 200-ഓളം സ്ത്രീ ഭക്തജനങ്ങളാണ് ക്ഷേത്രമുറ്റത്ത് എത്തിയത്.
രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരനാരായണൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പൊങ്കാലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും നടന്നു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, പഞ്ചഗവ്യം, കലശാഭിഷേകം തുടങ്ങിയ വിശേഷാൽ വഴിപാടുകൾ ഭക്തിപൂർവ്വം പൂർത്തിയാക്കി. പൊങ്കാല സമർപ്പണത്തിനു ശേഷം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി വിപുലമായ അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. ഒടമല പടിഞ്ഞാറൻ കുളുമ്പ് ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ നേതൃത്വത്തിൽ സൗഹൃദ സംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിറോസ് വെങ്ങാടൻ അധ്യക്ഷനായി. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി ബാലചന്ദ്രൻ, CP ഫെമിന എന്നിവർ വിശിഷ്ടാതിഥികളായി. സമസ്ത പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. സദർ മുഅല്ലിം മഹ്ഷൂഖ് ഹസൻ ദാരിമി, റബീഖ് ഫൈസി, ക്ലബ് പ്രസിഡന്റ് മിദ്ലാജ്, ജനറൽ സെക്രട്ടറി VP ഷഹീർ, സൽമാൻ ഫാരിസ്, V ജിൽഷാദ്, VP താജുദ്ദീൻ, CK അമീർ, KT ജാഫർ, V ഷഫീഖ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ. വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ സാമൂഹ്യ ഇഫ്താർ സംഘടിപ്പിച്ചു. വിവിധ മതവിഭാഗങ്ങളിലെയും രാഷ്ട്രീയ സാമൂഹിക മതപ്രവർത്തകരുടെയും സാന്നിധ്യം പരിപാടിയെ ശ്രദ്ധേയമാക്കി. നാട്ടിലെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ച് സംഘടിപ്പിച്ച ഇഫ്താർ ഒരു നാടിന്റെ കൂട്ടായ്മയും സഹജീവിത സംസ്കാരവും പ്രകടമാക്കുന്ന വേദിയായി മാറി. വലമ്പൂർ നാട്ടുകൂട്ടം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 5ാമത്തെ റമളാൻ ഇഫ്താർ സംഗമമാണ് ഈ വർഷം നടന്നത്. നാട്ടിലെ യുവാക്കളുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ഏകദേശം 1700 പേർക്കുള്ള ചിക്കൻ ബിരിയാണി ഉൾപ്പെടെ വിവിധ വിഭവങ്ങൾ തയ്യാറാക്കി പങ്കെടുത്തവർക്കെല്ലാം വിതരണം ചെയ്തു. നോമ്പുതുറയ്ക്കു വേണ്ടി വലമ്പൂർ ടൗണിലെ 4 ഭാഗത്തേക്കും പോകുന്ന പ്രധാന റോഡുകളിലും ടൗണിലെ കടമുറികളുടെ മുന്നിലും ജനങ്ങൾക്കിരിക്കാൻ സൗകര്യമൊരുക്കി. റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്കും നോമ്പു തുറക്കാനുള്ള സൗകര്യം ഒരുക്കി. ഇഫ്താർ സംഗമത്തിൽ വലമ്പൂർ പഴയ ജുമാഅത്ത് മസ്ജിദ് ഹത്തീബ് ഹംസ ഫൈസി നാട്ടുകാർക്ക് ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം കൈമാറി. നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സൗഹാർദ്ദത്തിന് നമ്മുടെ മറ്റുള്ള സമുദായത്തോടുള്ള ബഹുമാനത്തിനും ആദരവിനും യാതൊരു കുറച്ചിലും വരാതെ പരിപൂർണമായും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ വിശ്വാസിയുടെ അടയാളമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. ഓ ജനങ്ങളെ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ആദം ഹവ്വ ദമ്പതികളിൽ നിന്നാണ്, അഥവാ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങൾക്കുള്ള ജീവിതത്തിന്റെ ജന്മത്തിന്റെ ശൃംഖല തുടങ്ങുന്നത് അതുമുതൽക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ശരീഫ് തന്നെ മാലോകരെ അറിയിക്കുകയാണ്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫു. നിങ്ങൾ പരസ്പരം അറിയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ പങ്കുവെക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം ഒരു ജീവിതം നയിക്കുന്ന സമയത്ത് നിങ്ങളെ കുറിച്ചുള്ളൊരു അഡ്രസ് ഉണ്ടാകുന്നതിന് വേണ്ടി മാത്രമാണ് ഗോത്രങ്ങളും അതുപോലെ തന്നെ ഉപശാഖകളുമായിക്കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ വ്യക്തിഗതമായ രൂപത്തിൽ പടക്കുന്നത്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് 25 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സാദിഖ് അലി തങ്ങളാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വീണ്ടും മത്സരിക്കും. പാർട്ടി നേതൃത്വം ഔദ്യോഗികമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഷംസുദ്ദീൻ മണ്ഡലത്തിൽ തന്റെ 4ാം അംഗത്തിനാണ് ഒരുങ്ങുന്നത്. ആവേശമേറ്റി ശ്രീകൃഷ്ണപുരത്തും കടമ്പഴിപ്പുറത്തും ഒറ്റപ്പാലം മണ്ഡലം LDF സ്ഥാനാർത്ഥി K പ്രേംകുമാറിന്റെ റോഡ് ഷോ. ശ്രീകൃഷ്ണപുരത്ത് അമ്പാടി ജംഗ്ഷൻ മുതൽ SBI ജംഗ്ഷൻ വരെയായിരുന്നു റോഡ് ഷോ. വാദ്യമേളങ്ങൾ അകമ്പടിയായി. തിരുവാഴിയോട് ഉത്രത്തിൽ ഭരണി മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ക്ഷേത്രതന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച
നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.